ആരാണ് പറയൂ. ഏ അതെ അതെ അതെ, ഞാനാണ് ഉണ്ണികൃഷ്ണൻ, SMS-ൻ്റെ ഓണറാണ്. 3 ദിവസം എന്ത് വേണം? വാട്സാപ്പ് DP ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് 3 ഡ്രൈവിംഗ് സ്കൂളാണ് ഉള്ളത്. ഇവിടെ ഉണ്ട്, പേരൂർക്കടയിലുണ്ട്, ടെക്നോ പാർക്കിലുണ്ട്. 3 3 സെക്ഷനിലുള്ള വണ്ടികളാണുള്ളത്. ഇവിടെ ഉള്ള വണ്ടികളല്ല അവിടെയുള്ള വണ്ടികളല്ല പേരൂർക്കടയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് ഇവിടെ ഒത്തുകൂടിയല്ലായിരുന്നു? അവയർനെസ് ക്ലാസ് മാത്രമേ നമുക്കൊന്ന് പരിചയപ്പെടാനും നിങ്ങൾക്കുള്ള പ്രോബ്ലങ്ങൾ പറയാനും, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലയിൻസോ അല്ലെങ്കിൽ സമയത്തിന് ക്ലാസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ടെൻഷനാണ്, അങ്ങനെ 100 പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ഇല്ലേ. നമ്മളിരിക്കുന്ന എല്ലാവരും പല പല മൈൻഡ് സെറ്റുള്ളവരും പല സാഹചര്യത്തിൽ വന്നവരും ഒക്കെയാണ്. പ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജസ്റ്റ് 18 കഴിഞ്ഞ കുട്ടികളുണ്ട്, പെൻഷനേഴ്സുണ്ട്, പെൻഷൻ കഴിഞ്ഞിട്ടും ഉള്ളവർ വീണ്ടും ഉണ്ട്. പിന്നെ പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു 58 വയസ്സ് കഴിയും, അല്ല 60 വയസ്സ് കഴിയും. അതിനുമൊക്കെ ശേഷം ഒരു 60, 70, 80 വയസ്സായ ആൾക്കാരൂടെ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൂടെ പഠിക്കുന്നുണ്ട്. എന്തിനാണ് 80 വയസ്സ് ആൾക്കാരൊക്കെ പഠിക്കുന്നത്? എന്തിനാണ് അവർക്ക്? എന്തിനാണ് പഠിക്കുന്നത്? ഊബറൊക്കെ പിടിച്ചങ്ങ് പോയാൽ പോലെ. എന്തിനാ അല്ലേ? സാറ് തന്നെ ഇരിക്കുന്നു. സാറിന് ഇപ്പോൾ എത്ര വയസ്സായി? 68, 68 അല്ലേ? സാർ ഇപ്പം എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആവാൻ കാരണം എന്താ സാർ? ആരും ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലേ? അപ്പോൾ അതെന്താണ് മനസ്സിലായി? എന്ത് മനസ്സിലാക്കിയെന്നു? നമ്മൾ ജീവിതത്തിൽ ആണോ പെണ്ണോ അല്ലെങ്കിൽ എന്തു ആയിക്കൊണ്ട് പോട്ടെ, നമുക്ക് ജീവിതത്തിൽ ആരെങ്കിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയൊക്കെ വരും. ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? അവിടെ വഴക്കുണ്ടാവും, മുഷുണ്ടാവും. അത് ഫാമിലിയിലാണ്. ചിലപ്പോൾ അച്ഛനായിട്ടായിരിക്കും, ചിലപ്പം ബ്രദറായിട്ടായിരിക്കും, അല്ല ചിലപ്പം ബോയ് ഫ്രണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ എന്താണോ അതായത് മുഷിയേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? നമ്മൾ പല രീതിയിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം ഒരാൾക്കാരെ അല്ലേ. ശരിക്കും നമുക്ക് ഒരു ജീവിതത്തിൽ നമുക്കൊരു സൈക്കിളെങ്കിലും ചവിട്ടാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് നിൽക്കുക അങ്ങോട്ട് ഫ്രീ ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് ഒരു തടസ്സമാവും. ജസ്റ്റ് സൈക്കിളെങ്കിലും നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ സ്കൂട്ടർ ആയിരുന്നാലും നമുക്കൊരു സ്കൂട്ടർ ജീവിതത്തിൽ അറിഞ്ഞിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റും ഇല്ലേ. നമ്മൾ ജീവിതത്തിൽ 24 മണിക്കൂറിൽ നമ്മൾ പഠിക്കുന്ന കുട്ടി